Welcome to Zaali Kitchen. ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു സ്പെഷ്യൽ മക്രോണിയാണ് ചെയ്യുന്നത്. സൽക്കാരങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മക്രോണിയാണ്. ഷവർമ വെച്ചിട്ടാണ് ഈ ഒരു മക്രോണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പണിയുമില്ല, എളുപ്പമാണ്, കുക്കിങ്ങൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു മക്രോണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മക്രോണി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മക്രോണി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മക്രോണിയാണ് ആഡ് ചെയ്യുന്നത്. പാസ്ത ആണെങ്കിൽ നിങ്ങൾക്ക് പാസ്ത ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനൊരു 2 കപ്പോളം മാക്രോണി ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും, ഓവറായിട്ട് അങ്ങ് വെന്ത് ഉടയും. അപ്പോൾ ഇതുപോലെ ഒന്ന് വീർത്ത് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റണം. വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പക്കത്ത് തട്ടുക, എന്നിട്ട് വെള്ളം മൊത്തം ഊറ്റി കളഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഞാൻ ആ ഒരു സെയിം പാൻ തന്നെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചാലും മതി. ഇതൊരു 300 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട്. അത് ഈ ഒരു ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മാക്രോണി ചേർത്ത് കൊടുക്കാം. മക്രോണി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതിൻ്റെ പച്ചമണം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മക്രോണി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറണം. എന്നിട്ടാണ് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കേണ്ടത്. ഞാൻ 1 കപ്പോളം ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി. ക്യാരറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരറ്റും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് 1 കപ്പ് മയോണൈസാണ് വേണ്ടത്. മയോണൈസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്കും പിന്നെ റിട്ടേൺ റെസിപ്പീൻ്റെ ലിങ്കും 2 ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ മയോണൈസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ചേർക്കുന്ന സമയത്ത് മക്രോണി ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ടാവണം. മയോണൈസ് പിരിഞ്ഞു പോകും അല്ലെങ്കിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷവർമ വെച്ചിട്ടുള്ള മക്രോണി റെഡിയായി. എല്ലാം ഒരുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ഷവർമ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ശരിക്കും ഷവർമ ഒക്കെ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. പാർട്ടികളിലൊക്കെ കൂടുതലായിട്ട് സെർവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് മക്രോണി. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്